അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ഇന്നല്ലാഹ യുബിഗുലു കുല്ല ജഅലരിയിൻ ജവ്വാലിൻ സഖാബിൻ ഫിൽ അസ്വാഖി ജീഫത്തിൻ ബില്ലൈൽ ഹിമാരിൻ ബിന്നഹാർ ആലിമി അംരിദ് ദുനിയ ജാഹിലിൻ ബിഅംരിൽ ആഖിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആൾമാരോട്ട് അള്ളാഹു ഭയങ്കര അർസായിരിക്കണം. അള്ളാഹു അങ്ങനെ ദ്വേഷിക്കട ആറായിരിക്കണത്. ഒന്ന് ജഅലരിയിൻ ജവ്വാലിൻ, അയാൾ ഭയങ്കര കടുത്ത സ്വഭാവത്തെ മനുഷ്യ, അയാൾ ഭയങ്കര ജോറാൾ ചെല്ലണങ്ങ്, ഭയങ്കര ജോറ് കടുത്ത സ്വഭാവം. മനുഷ്യന്മാരുടെ ഇടയിൽ പെരുമാറ്റം അയാൾ കൊന്നില്ല, ഒന്ന് രണ്ട് ഗലാട്ടാക്കടെ അയാൾ തണ്ടെ പോയെങ്കിൽ ആരെ മേലും വിടല്ലേ, അങ്ങനത്തെ ഒരു വ്യക്തി. അയാളെ മനസ്സിലൊരു കിർഫില്ല, മനുഷ്യന്മാരുടെ പിരിച്ചപ്പാടില്ല. അങ്ങനത്തെ തീരെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. കാരണം അള്ളാഹുയുടെ സ്വഭാവം അള്ളാഹു വലിയ കാരുണ്യമാനായിട്ടിക്കട. ആ ഒരു സ്വഭാവം മനുഷ്യരിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട. അതിന് വിരുദ്ധമായിട്ട് മനുഷ്യരിട്ട ഒരു നല്ല സ്വഭാവത്തിൽ പെരുമാറാത്ത ആൾ, മനുഷ്യന്മാരിട്ട കടുത്ത സ്വഭാവത്തിൽ പെരുമാറിയ ആളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. രണ്ടാമതായിട്ട് സഖാബിൻ ഫിൽ അസ്വാഖി, അയാൾ ബാണ്യത്തിൽ പോയെങ്കിൽ ഭയങ്കര ഉഷാറിൽ ബാണ്യലാക്കിട്, ഭയങ്കര അട്ടഹാസിച്ചിട്ട് അയാളെ ബാണ്യത്തെല്ലാം നല്ല ബിസിനസ്മാനായിട്ട് കിടൽ. പക്ഷേ ജീഫത്തിൻ ബില്ലയിൽ ജാവു വന്ന് കിടന്നിട്ടായെങ്കിൽ ശവ പോലെ ചക പോലെ പൂള്ളു. ഹിമാരിൻ ബിന്നഹാർ പോലു കത്ത പോലെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കരുത്. ചെന്നെങ്കിൽ ഇബാദത്തിൽ വലിയ താല്പര്യമില്ല, ജാവും പോലും നയിപ്പലായിട്ട് കേവലം ആലിമു ബി അംരിദ് ദുനിയ, ദുനിയാവുടെ വിഷയത്തിൽ ഭയങ്കര അയാൾക്ക് ജ്ഞാനമുണ്ട്. കേവലം ദുനിയാവുടെ മാത്രം ലക്ഷ്യമായിട്ട് അയാൾക്ക്, ദുനിയാവുടെ മാത്രം ദുനിയാവൊന്നു ചെയ്യിച്ച് കിട്ടണോ ചൊല്ലേ ഒരു ഉദ്ദേശം മാത്രം. ജാഹിൻ ബി അംരിൽ ആഖിറ, ആഖിറത്തെ കാര്യത്തിൽ പറ്റ ജാഹിലായിട്ടിക്കട്, ആഖിറ വിജയിക്കണോ ചൊല്ല ഒരു ബോധമില്ലാണ്ട് ജീവിക്കട്. കേവലം ദുനിയാവ് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആൾമാരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അപ്പോൾ പോലും ഒരു സുബൈരെ പിടിച്ചിട്ട് ജാവത്തോളും അഥവാ സുബൈരെ പിടിച്ചിട്ട് മോന്തിത്തോളും നയിപ്പു, ഒരു മിനിറ്റ് പുരുഷത്തില്ല. കാലി ദുനിയാവിടെ മാത്രം, ദുനിയാവ് സമ്പാദിക്കുമെന്ന് ചൊല്ല ഉദ്ദേശം മാത്രം. അതുപോലെ ജാവ് വന്നിട്ടായെങ്കിൽ പിന്നെ ഒരു ബൂണെങ്കിൽ ഒരു മെയ്യത്ത് പോലെ ബൂണിട്ടായെങ്കിൽ സുബൈക്ക് അസർത്തവിടെ, ജാവ് ഇറങ്ങി സുബൈക്ക് അസർത്തവിടെ. വാസ്തവത്തിൽ ഒരു സാലിഹായ മനുഷ്യയാകുമ്പോൾ ഒരു ജാവ് കിടന്നെങ്കിൽ സുബൈയുടെ ഇടയ്ക്ക് ഒന്ന് എഞ്ചിട്ട് അള്ളാഹുബേനായിട്ട് ഒരു വിവാഹത്തിற்கு ഒരു ചെറിയ ടൈം വെക്കണം. അങ്ങനെ പണ്ടത്തെ സ്വാലിഹീങ്ങളെല്ലാം അതെന്തൊരു പതിവായിട്ട് ദാബു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ പതിവായിട്ട് അങ്ങനെ ജാവ് വറങ്ങിയിട്ടായെങ്കിൽ സുബൈയുടെ ഇടയ്ക്ക് ഒന്ന് എഞ്ചിട്ട് ആ ജാവിടെ ഒരു ചെറിയ ഭാഗമെങ്കിലും അള്ളാഹു ഇബാദത്തുകായിട്ട് അങ്ങ് മീസലിടുവാർ. ചിലപ്പോൾ പോലും അങ്ങ് ബിസിയായെങ്കിലും ജാവ് ആ ഒരു ബെനിഫിറ്റ് അങ്ങ് എടുക്കാണ്ട് തെക്കില്ല. അപ്പോൾ പണ്ട് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സ്വാലിഹ്യങ്ങളും ജാവിടെ ഒരു ചെറിയ ഭാഗം അങ്ങ് ഇബാദത്തുകായിട്ട് ആഖിറത്തെ സമ്പാദിക്കുകയായിട്ട് അങ്ങ് വെച്ചുകൊണ്ടിരുന്നാണ്. അതേ സന്ദർഭത്തിൽ ആ ഒരു കാളജിയില്ലാണ്ട്, ആ ഒരു വിഷയമേ ഇല്ലാണ്ട് കേവലം വറങ്ങളും സുബൈക്കഞ്ചി നയിക്കലും പോലിടി നയിപ്പും ജാവിടി വറക്കും, ഇങ്ങനെ ചീരെ ദുനിയാവിടെ മാത്രം അറകി ജീവിക്കുന്ന ആൾമാരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹു ചെല്ല്, യാ ബുനയ്യ ലാ അൻഹ ലാ തുക്സിരിൻ നൗമ ഫിൽ ലൈൽ, മോനെ നീ എന്താക്കണ്ട, ജാവു വറക്കടയാക്കണ്ട. ഫൈന കസറത്തൻ നൗമി ബില്ലൈലി, ജാവിടെ വറക്ക് എന്താക്കട് തത്രുക്കുർ റജുല ഫക്കീറൻ യൗമൽ ഖിയാമ, അത് മനുഷ്യരെ
ഖിയാമ ദിവസത്തിൽ ഫക്കീറാക്കി കളയിട്. അപ്പോൾ ജാവത്തെ വറക്ക് അത് നല്ലമേ, പക്ഷേ ചെല്ലെങ്കിലും ആ വറക്കിൽ ഇടയ്ക്കൊരു പടച്ചറബു ഇബാദത്തുമായിട്ട് മീസലിട്ടതായിരിക്കും സാലിഹിങ്ങനെ പതിവ്. അപ്പോൾ അത് ഇല്ലാണ്ട് കേവലം വറങ്ങിയിട്ട് ജാവത്തെ കളയുടെ അത് പരലോകത്തിൽ മനുഷ്യരെ ഫക്കീറാക്കി കളയൂ. കാരണം ജാവത്തെ ആ നല്ല ഭാഗത്തിൽ എത്രയോ മഹാന്മാർ ഔലിയാക്കന്മാർ അങ്ങ് ഇബാദത്തിലായിട്ട് തല്ലീനായിട്ട് അങ്ങ് ആഖിറത്ത് വേനായിട്ട് ധാരാളം സമ്പാദിക്കുമ്പോൾ നീ കാലി വറങ്ങിയിട്ട് ബാക്കിയായെങ്കിൽ ആഖിറത്തിൽ നിനക്ക് എന്നും കിട്ടല്ലേ, നീ ഫക്കീറായിട്ട് പോവേ ചെലുത്ത് എച്ചരിക്ക തന്നത് അതുകൊണ്ടു അള്ളാഹു ഇത്തരത്തിലുള്ളതായ ആൾമാരെ സ്വഭാവക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവത്തെ ആൾമാരായിട്ട് ജീവിക്കുകയും ആഖിറത്ത് വിഷയത്തിൽ ബോധമുള്ള ആൾമാരായിട്ട് ജീവിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി